ഹായ് അസ്സലാമലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എൻ്റെ വീട്ടിലുള്ള ഒരു ദിവസത്തെ ഫുൾ ഡേ റൂട്ടീനാണ്. ഇതിലുള്ള ഒരു നോമ്പുതറ വിശേഷങ്ങളും അതിനുണ്ടാക്കിയ കുറച്ച് ഐറ്റംസും എല്ലാം കാണിക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് തന്നെ കണ്ടുനോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ പറയാം, എൻ്റെ വീട്ടിലില്ലേ എൻ്റെ ഫാമിലിയിൽ കുറേ ആൾക്കാർ മുഹറം നോമ്പ് നോൽക്കുന്നവരുണ്ട്, നോക്കാത്തവരുണ്ട്, വിശ്വാസമുള്ളവരുണ്ട്, വിശ്വാസമില്ലാത്തവരുണ്ട്. അതുകൊണ്ട് തന്നെ എന്തായാലും നോമ്പ് നോക്കുന്നവർക്ക് വേണ്ടിക്ക് നമ്മൾ നോമ്പ് തുറ വിഭവങ്ങൾ എന്തായാലും ഉണ്ടാക്കലുണ്ട്. അപ്പോൾ ഓരോരുത്തർക്കും ഓരോരോ വിശ്വാസങ്ങളല്ലേ, നമ്മൾ നിയത്ത് എന്താണോ അതുപോലെ. അപ്പം കുറേ കമൻറ്റ് വരും, അതുകൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞത്. നമുക്ക് എന്താ പറയുക, മതത്തിൽ ബലപ്രയോഗമില്ല എന്ന് പറയലുണ്ട്. വിശ്വസിക്കുന്നവർക്ക് വിശ്വസിക്കുക, അല്ലാത്തവർക്ക് അവിശ്വസിക്കുക, അങ്ങനെയാണെന്ന് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് നമുക്ക് ആരും നിർബന്ധിക്കാനോ നിർബന്ധിച്ചിരുത് ചെയ്യിപ്പിക്കാനോ ചെയ്യിപ്പിക്കാണ്ടിരിക്കാനോ ഒന്നും അവകാശമില്ല. ഓരോരുത്തർക്ക് ഓരോരോ സ്വാതന്ത്ര്യമുണ്ട്, മതത്തിന് സ്വാതന്ത്ര്യമുണ്ട് കേട്ടോ. മതത്തിൽ സ്വാതന്ത്ര്യമുണ്ട് നമുക്ക് തീരുമാനങ്ങൾ എടുക്കാനുള്ളത്. ഓരോരുത്തരുടെ യുക്തിക്കനുസരിച്ചിട്ടായിരിക്കും ഓരോരുത്തരും തീരുമാനങ്ങൾ എടുക്കുന്നത്. അപ്പോൾ ഇതാ ഞാൻ എന്തായാലും നോമ്പ് തുറക്കുള്ള വിഭവങ്ങളെല്ലാം റെഡിയാക്കുന്നുണ്ട്. ഇതാ സാധനങ്ങളെല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. ഇന്നില്ലേ ക്യാരറ്റ് വെച്ചിട്ട് പായസം ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കല്ലുമ്മക്കായ, ചെമ്മീൻ വെച്ചിട്ടുള്ള ബിരിയാണി, പിന്നെ പഴം വെച്ചിട്ടുള്ള പഴനിറവ് കാര്യങ്ങളെല്ലാം ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഇല്ലേ ക്യാരറ്റിൻ്റെ തൊലിയും കാര്യങ്ങളെല്ലാം കളഞ്ഞിട്ട് ഒരു 4-5 ക്യാരറ്റ് എടുക്കുക. എന്നിട്ട് തൊലിയും കാര്യങ്ങളെല്ലാം കളഞ്ഞിട്ട് ഇതുപോലെ കട്ടാക്കിയിട്ട് വേവിക്കാൻ ആവശ്യമുള്ള വെള്ളം കൂടി വെച്ചിട്ട് വേവിക്കാൻ വെക്കലാന്ന്. കുക്കറിലാണെന്നുണ്ടെങ്കിൽ 1-2 വിസിലുകൊണ്ട് വേവിച്ച് കിട്ടും കേട്ടോ, വെന്ത് കിട്ടും. ഇനിയിപ്പോൾ ഇതാ ഞാൻ ബിരിയാണി അരി എടുത്തിട്ടുണ്ട്, അതൊരു 1/2 കപ്പ് എടുത്തിട്ടുണ്ട്. എന്നിട്ടില്ലേ അത് നല്ലോണം കഴുകിയിട്ട് അതും കൂടി വേവിച്ചെടുക്കലാണ്. കുക്കറിലാണെന്നുണ്ടെങ്കിൽ 1 വിസിലുകൊണ്ട് തന്നെ വെന്ത് കിട്ടും. ഇനിയിപ്പോൾ ആ ബിരിയാണിക്കുള്ള ഐറ്റംസ് എല്ലാം റെഡിയാക്കി എടുക്കലാണ്. 5 വലിയ ഉള്ളിയാണെന്നുണ്ടെങ്കിൽ 5 എണ്ണം, ചെറുതാണെങ്കിൽ ഒരു 6 ഉള്ളി എടുക്കാം. 5 പച്ചമുളക്, 1.5 ബൾബ് വെളുത്തുള്ളി, 3 ഇഞ്ച് വലുപ്പത്തിൽ ഇഞ്ചി, കുറച്ചധികം മല്ലിയില, പുതിനയില, 3 തക്കാളി. ഞാൻ ബിരിയാണിയിൽ പ്രത്യേകിച്ച് ഇങ്ങനെ ചെമ്മീൻ ബിരിയാണിയെല്ലാം ആകുമ്പോൾ 3 തക്കാളി മാത്രമേ ഇട്ട് കൊടുക്കും കേട്ടോ. ചെറിയ സൈസിലുള്ള 3 തക്കാളിയാണ്. പിന്നെന്താ, അപ്പോൾ ഇതാ അതെല്ലാം ഞാൻ തൊലിയാളിന് കട്ടാക്കി എടുക്കലാണ്. പിന്നെ ഞാൻ പറയാൻ വിട്ടുപോയ ഒരു കാര്യം, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഒരു കിച്ചൺ ടൂർ വീഡിയോ ചെയ്തിട്ടില്ലേ, അതിലെ എൻ്റെ കിച്ചണല്ല കേട്ടോ. കുറേ ആൾക്കാർ എൻ്റെ കിച്ചണാന്ന് വിചാരിച്ചിട്ടുണ്ടായിന്. എയറൂം ഇൻറ്റീരിയേഴ്സ് ചെയ്തൊരു വർക്ക് ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഷെയർ ആക്കിയെന്നു മാത്രം. കാര്യം എൻ്റെ വർക്കിംഗ് കിച്ചണിൻ്റെ പണി കഴിഞ്ഞോ എർഫ് കാണിക്കൂ എന്നെല്ലാം പറഞ്ഞിട്ട് കുറേ കമൻറ്റ് കാണലുണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിന്, ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിന് ഒരു ഐറ്റം കൂടി കിട്ടാനുണ്ട്. അപ്പോൾ അത് പുറത്തുനിന്ന് വരേണ്ടതാണ്. അപ്പോൾ അതിൻ്റെ ഫിറ്റിങ്സും കാര്യങ്ങളെല്ലാം ചെയ്ത് കഴിഞ്ഞാൽ ഇൻഷാല്ലാ എൻ്റെ കിച്ചൺ ഞാൻ വീഡിയോ ചെയ്യാട്ടോ. ഞാൻ ആറിനും കൊണ്ട് താമസിപ്പിക്കുന്നതല്ല. ഒരു കാര്യം കൂടി എനിക്ക് എന്താ പറയുക, ആഗ്രഹിച്ചൊരു സാധനമാണ്. അതും കൂടി ചെയ്ത് കഴിഞ്ഞാൽ ഇൻഷാല്ലാ ഞാൻ എൻ്റെ കിച്ചൺ ടൂർ വീഡിയോ ചെയ്യാം. ഇതിപ്പില്ലേ ഞാൻ ഇന്നലെ കാണിച്ചത് ആ ഒരു ബ്ലൂ കളർ കിച്ചണ് എയറൂം ഇൻറ്റീരിയേഴ്സ് ചെയ്തൊരു പുതിയ വർക്കാണ്. പിന്നെ കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിന് അതിൻ്റെ കളറ് എന്താ പറയുക, വേറെ വൈറ്റ് കളർ തന്നെ ചെയ്തുകൂടായിരുന്നു എന്നെല്ലാം ചോദിച്ചിട്ടുണ്ടായിന്. ഓരോരുത്തർക്കും ഓരോരോ ഇഷ്ടങ്ങളായിരിക്കൂലേ. അതൊരു കോഴിക്കോടുള്ള ഒരാളുടെ കിച്ചണാണ്. അപ്പോൾ എയറൂം ഇൻറ്റീരിയേഴ്സ് ചെയ്തൊരു വർക്ക് ഷെയർ ആക്കണമെന്ന് നിങ്ങൾ പറയുന്നതുകൊണ്ട് തന്നെ എല്ലാവരും അല്ല, കുറച്ച് ആൾക്കാർ വീട് വെക്കുന്ന ആൾക്കാരെല്ലാം എന്നോട് ചോദിക്കലുണ്ട്. അതുകൊണ്ട് ഞാൻ ഷെയർ ആക്കിയതാണ്, അത് എൻ്റെ കിച്ചണല്ല കേട്ടോ. അങ്ങനെ ഇനിയിപ്പോൾ ഇതാ ഉമ്മ ചെമ്മീനും കല്ലുമ്മക്കായും ക്ലീൻ ആക്കിയിട്ട് തന്നിട്ടുണ്ട്. ഉമ്മപ്പുറം ക്ലീനിങ്ങിലാണ് കേട്ടോ, അതാണ് ഞാൻ ഉമ്മനെ കാണിക്കാത്തത്. അപ്പോൾ ഇതാ ചെമ്മീനിലേക്ക് ആവശ്യത്തിന് ഉപ്പും, ഇതിപ്പോൾ 1 കിലോ ചെമ്മീനാണ്. 1 ടേബിൾ സ്പൂണോളം, 1 ടേബിൾ സ്പൂണും കുറവ് കുരുമുളക് ക്രഷ് ചെയ്തതും, 1 ടീസ്പൂണും മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂണും കുറവ് മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. റെഡ് കളർ ഉണ്ടാവണ്ട, കാര്യമില്ലേ ചെമ്മീൻ ബിരിയാണി മൊത്തത്തിലൊരു റെഡ് കളറായി പോവും, ടേസ്റ്റും മാറിപ്പോവും. അതുകൊണ്ട് തന്നെ കുറച്ച് മാത്രം മുളക് പൊടി ചേർത്താൽ മതി. ഇതിപ്പോൾ 1 കിലോ എന്താ പറയുക ചെമ്മീനിലേക്കുള്ള അളവാണ് കേട്ടോ. ഞാനിത് എല്ലാം മിക്സാക്കി എടുക്കുന്നുണ്ട്. പിന്നിലെ ചെമ്മീൻ കഴുകുമ്പം കുറച്ച് വിനെഗറോ ഉപ്പോ ഇട്ടിട്ട് നല്ലോണം കഴുകി ക്ലീൻ ആക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. എല്ലാവരും ചെയ്യുന്ന തന്നെയായിരിക്കും, എന്നാലും കുറച്ചുകൂടി ക്ലീൻ ആവാൻ വേണ്ടിക്ക് പറഞ്ഞു എന്ന് മാത്രം. പക്ഷേ ഇല്ലേ അങ്ങനെ വിനെഗർ ഒഴിച്ചിട്ട് ക്ലീൻ ആക്കി കഴിഞ്ഞാൽ പെർഫെക്റ്റ് ആയിട്ട് ഫ്രൈ ആയിട്ട് കിട്ടൂല. എന്നാലും ഞാൻ അങ്ങനെയാണ് ക്ലീൻ ആക്കൽ. പിന്നെ കല്ലുമ്മക്കായെല്ലാം ക്ലീൻ ആക്കി തന്നിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിലുള്ള ഒരു പാമ്പ് പോലത്തെ സംഭവം ഉണ്ടാവില്ലേ, അതെല്ലാം കളഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതാ നമ്മുടെ ക്യാരറ്റും പിന്നെന്താ റൈസും കൂടി വന്നിട്ടുണ്ട്. ഇനിയിപ്പം ചെമ്മീൻ ഫ്രൈ ആക്കി എടുക്കണം. പിന്നെ കല്ലുമ്മക്കായ്ക്ക് വേണ്ടിക്കില്ലേ നമ്മളൊരു ചെറിയ സൈസിലുള്ള കല്ലുമ്മക്കായ് നിറക്കാൻ വേണ്ടിക്കാണെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ സൈസിലുള്ള കല്ലുമ്മക്കായാണ് എപ്പോഴും നല്ലത് കേട്ടോ. എനിക്കാണെന്നുണ്ടെങ്കിൽ കല്ലുമ്മക്കായ് ഇന്നാക്കിയും വേണം, പക്ഷേ വലിയ കല്ലുമ്മക്കായേ ഉള്ളൂ, ചെറുതില്ല. ഒരു മീഡിയം സൈസിലുള്ള കല്ലുമ്മക്കായാണ് എപ്പോഴും നിറക്കാൻ നല്ലത്. അങ്ങനെ ഇതിപ്പം വലുതാണ്, എന്നാലും പ്രശ്നമില്ല.
ഇനിയിപ്പോൾ ഞാനില്ലേ കുറച്ച് ഓയിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ചെമ്മീൻ ഫ്രൈ ആക്കാനിട്ട് കൊടുക്കുന്നുണ്ട്. ഈ ചെമ്മീനില്ലേ കുറച്ച് വിനെഗറും കൂടി ഒഴിച്ചിട്ട് നല്ലോണം നമ്മൾ ഒരു 15 മിനിറ്റെല്ലാം വെക്കും കേട്ടോ. അതുകൊണ്ടാണ് ചെമ്മീൻ കാണാൻ ഭംഗിയില്ലാത്ത. സാധാ കഴുകുന്നതാണെന്നുണ്ടെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. പക്ഷേ വിനെഗറും കൂടി ഒഴിച്ച് കൊടുക്കുമ്പം ചെമ്മീൻ മൊത്തത്തിലൊരു വൈറ്റ് കളറായിട്ട് മാറുന്നുണ്ട്. അതുകൊണ്ടാണ്. ഇനിയിപ്പോൾ ഞാനില്ലേ മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ വേവിച്ച് വെച്ച ക്യാരറ്റില്ലേ അതൊന്ന് അടിച്ചെടുക്കലാണ്. അതിൽ ആ വെള്ളത്തിൽ തന്നെ ക്യാരറ്റ് അടിച്ചെടുക്കുക. പിന്നില്ലേ ഞാനൊരു ക്യാരറ്റ് ബോളിൻ്റെ റെസിപ്പി ചെയ്തിട്ട് 3 മില്യൺ മോളിൽ വ്യൂസ് കിട്ടിയിട്ടുണ്ടായിന് ആ ഒരു വീഡിയോക്ക് ഇൻസ്റ്റയിൽ. അതുപോലെ തന്നെ യൂട്യൂബിൽ 1 മില്യന് മുകളിൽ വ്യൂസ് കിട്ടിയിട്ടുണ്ടായിന്. പക്ഷേ കുറേ ആൾക്കാരുണ്ടാക്കി ഭയങ്കര ടേസ്റ്റാണെന്നെല്ലാം പറഞ്ഞിട്ടുണ്ടായിന്. എന്നാലും കുറച്ച് ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിന് ഫ്ലോപ്പായി പോയിന്ന്. അതെന്തുകൊണ്ടാണെന്നറിയോ? ഫ്ലോപ്പായി പോയ ക്യാരറ്റിൻ്റെ ആ റോസ് സ്മെല്ല് നല്ലോണം മാറുന്നത് വരെ നമ്മൾ വഴറ്റിയെടുക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ ക്യാരറ്റിൻ്റെ എന്താ പറയുക, ക്യാരറ്റിൻ്റെ ആ ഒരു പച്ച ചുവ ഉണ്ടാവും കേട്ടോ. അത് കുക്കിങ്ങിൽ പറ്റുന്ന മിസ്റ്റേക്കാണ്. ക്യാരറ്റിലേക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒന്നിക്കിൽ മിൽക്ക് മെയ്ഡ് അല്ലാന്നുണ്ടെങ്കിൽ പഞ്ചസാര ആ ഒരു വഴറ്റുന്ന ടൈം നല്ലോണം ഇട്ട് കൊടുക്കണം. എന്നിട്ട് നല്ലോണം ആ റോസ് സ്മെല്ല് മാറണമെന്ന്. എന്നാൽ മാത്രമേ ക്യാരറ്റ് കൊണ്ട് ഉണ്ടാക്കുന്ന എന്ത് ഐറ്റംസും ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിന് വെളുത്തുള്ളിയാണോ ഇട്ട് കൊടുത്തത്? വെളുത്തുള്ളിയല്ല, ബദാമാണ് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടായിന്. പിന്നെ കുറേ ആൾക്കാർ ഹസ്ബൻഡിന് ഇഷ്ടമായി ഭയങ്കര ടേസ്റ്റാണെന്നെല്ലാം പറഞ്ഞിട്ടുണ്ടായിന്. അപ്പോൾ ഈ ക്യാരറ്റിൻ്റെ എന്ത് ഐറ്റംസ് ഉണ്ടാക്കുമ്പോൾ നമ്മളതിൻ്റെ റോസ് സ്മെല്ല് മാറുന്നത് വരെ വഴറ്റിയെടുക്കാൻ. ഞാനിത് ക്യാരറ്റ് അരച്ചിയിലേക്ക് കുറച്ച് മിൽക്ക് മെയ്ഡും കൂടി ചേർത്തിട്ടില്ലേ ആ ഒരു പച്ച ചുവ മാറുന്നത് വരെ തന്നെ ഞാൻ ഒന്ന് തിളപ്പിച്ച് കുറുക്കിയെടുക്കുന്നുണ്ട്. എന്നിട്ട് മാത്രമൊന്നും ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ചേർക്കും. ഇനിയിപ്പോൾ നമ്മൾ ബിരിയാണി അരി ഒരു 1/4 കപ്പോ 1/2 കപ്പോ ബിരിയാണി അരി വേവിച്ചെടുത്തതാണ്. ഇതിലേക്കില്ലേ കുറച്ച് പാലും കൂടി ഒഴിച്ചിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. നല്ലോണം അരയണ്ട, ജസ്റ്റ് ഒന്ന് പൊടിയുന്ന രീതിയിൽ ചെയ്തെടുക്കുക കേട്ടോ. എന്നിട്ട് അതും കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ഏകദേശം ക്യാരറ്റിൻ്റെ റോസ് സ്മെല്ല് നല്ലോണം മാറിയെന്ന് ഉറപ്പ് വന്നാൽ മാത്രം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. എന്നിട്ട് മാത്രം ഈ ഒരു റൈസ് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാനിതാ ഏലക്കപ്പൊടി 1/2 ടീസ്പൂൺ ഏലക്കപ്പൊടിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇവിടെ ഏലക്കപ്പൊടി ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ ഏലക്ക പൊടിച്ചിട്ടിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതാ എല്ലാം കൂടി മിക്സാക്കി ഈ ക്യാരറ്റിൻ്റെ ആ റോസ് സ്മെല്ല് മാറുന്നത് വരെ തന്നെ വഴറ്റിയെടുക്കാൻ. ഞാൻ പ്രത്യേകം പറയാൻ കാരണം ക്യാരറ്റ് ബോൾസ് ഉണ്ടാക്കിയിട്ട് കുറച്ച് ആൾക്കാർക്ക് ഫ്ലോപ്പായി, ടേസ്റ്റ് ഇല്ല, നിങ്ങളെല്ലാ റെസിപ്പിയും ഉണ്ടാക്കിയിട്ട് അടിപൊളി തന്നെയാണ്, പക്ഷേ ക്യാരറ്റ് ബോൾ ശരിയായിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിന്. അപ്പം മിസ്റ്റേക്ക് പറ്റിയതിന് നമ്മൾ ഉണ്ടാക്കുന്ന രീതിയിലാണ് കേട്ടോ. എനിക്കെല്ലാം നല്ല ടേസ്റ്റ് ഉണ്ടായിട്ടുണ്ടായിന്, കുറേ ആൾക്കാർക്ക് ടേസ്റ്റ് ഉണ്ടായിട്ടുണ്ടായിന്. പക്ഷേ ആ ബോൾസ് നമ്മൾ ക്യാരറ്റ് നല്ലോണം വഴറ്റിയിട്ടല്ലേ ചെയ്യുന്നത്. അപ്പോൾ സമയം എടുത്തിട്ട് തന്നെ ആ ഒരു പച്ച ക്യാരറ്റില്ലേ നമ്മൾ അരച്ചിട്ട് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ആ സമയം എടുത്തിട്ട് തന്നെ അതിൻ്റെ ആ ഒരു റോസ് സ്മെല്ല് മാറി നല്ല കുത്തുന്ന എന്താ പറയുക നല്ലൊരു ഫ്ലേവർ വരും. അങ്ങനെ ഫ്ലേവർ വന്നാൽ മാത്രമാണ് അത് ബോൾസ് ആക്കി എടുക്കേണ്ടത്. അതുപോലെ തന്നെ ഒന്നിക്കിൽ മിൽക്ക് മെയ്ഡ് അല്ലെങ്കിൽ പഞ്ചസാരയും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഈ പായസത്തിൻ്റെ കാര്യം ഇതുപോലെ തന്നെയാണ് കേട്ടോ. ഉണ്ടാക്കുന്ന രീതി അടിപൊളിയാണെന്നുണ്ടെങ്കിൽ നല്ലോണം ക്യാരറ്റ് കുക്കായിനെങ്കിൽ ഈ പായസം കഴിക്കാൻ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. എല്ലാന്നുണ്ടെങ്കിൽ ഫ്ലോപ്പ് ആവും കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പറയുന്നത്. ക്യാരറ്റിലേക്ക് നമ്മൾ ഏലക്ക ചേർത്ത് കൊടുത്തിട്ടില്ലേ, എന്നിട്ട് നമ്മൾ അരി ചേർത്ത് കൊടുത്തു, എന്നിട്ട് മിക്സ് ആക്കി എടുക്കുക. എന്നിട്ട് പാലും കൂടി ചേർത്ത് കൊടുക്കുക. മധുരത്തിന് പഞ്ചസാരയോ അല്ലാന്നുണ്ടെങ്കിൽ മിൽക്ക് മെയ്ഡോ ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഒരു ടിന്ന് മിൽക്ക് മെയ്ഡ് തന്നെയാണ് ചേർത്ത് കൊടുത്തത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുക. ക്യാരറ്റിൻ്റെ റോസ് സ്മെല്ല്, ക്യാരറ്റിൻ്റെ സ്മെല്ല് തീരെ ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ കുറച്ച് വാനില എസൻസും കൂടി ചേർത്ത് കൊടുക്കുക. എല്ലാം കൂടി ചേർത്തിട്ട് നല്ലോണം തിളപ്പിച്ചിട്ടില്ലേ ഒന്ന് കാച്ചി വയ്ക്കാനുണ്ട്. കശുനട്ട് കിട്ടിയിട്ടില്ല, ഉപ്പ എന്താ പറയുക പള്ളിപ്പറ്റി വരുമ്പോൾ വാങ്ങാമെന്ന് പറഞ്ഞിട്ടുണ്ടായിന്. അതിനിടയിൽ ഞാനില്ലേ ചെമ്മീനെല്ലാം ബിരിയാണിക്കുള്ള ചെമ്മീനെല്ലാം ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് കുറച്ച് ഓയിലും കുറച്ച് ഗീയും കൂടി ഒഴിച്ചിട്ട് ഉള്ളി വഴറ്റാനിട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞിട്ടില്ല 6 ഉള്ളി കട്ട് ഇതെടുത്തിട്ടുണ്ടെന്ന്. അതിൽ നിന്നും 5 ഉള്ളി അല്ലാന്നുണ്ടെങ്കിൽ 4 ഉള്ളി വഴറ്റിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ ക്യാരറ്റ് പായസം റെഡി ആയിട്ടുണ്ട്. ഇനി അതിലേക്കൊന്ന് നെയ്യും കശുനട്ടെല്ലാം ഒന്ന് ഒഴിച്ചു കൊടുക്കണം, വറുത്തിട്ട് ഒഴിച്ചു കൊടുക്കണം. അപ്പോഴേക്കും നമ്മുടെ ഉള്ളി കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഞാനില്ലേ ഡീറ്റെയിൽഡായിട്ട് ഇങ്ങനെ തന്നെ ഞാൻ എന്താണോ ചെയ്ത അന്നത്തെ ദിവസം അതുപോലെ തന്നെയാണ് കേട്ടോ വീഡിയോ ഷെയർ ആക്കുന്നത്. ചെമ്മീൻ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ഉള്ളി നല്ലോണം വഴറ്റിയെടുക്കണം. ഉള്ളി വഴഞ്ഞു വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് 5 പച്ചമുളക്, 1.5 ബൾബ് വെളുത്തുള്ളി, 3 ഇഞ്ച് വലുപ്പത്തിൽ ഇഞ്ചി ഇതെല്ലാം കൂടി ഇട്ടിട്ടില്ലേ നല്ലോണം റോസ് സ്മെല്ല് മാറുന്നത് വരെ വഴറ്റിയെടുക്കുക. ഇഞ്ചിൻ്റെയും വെളുത്തുള്ളിൻ്റെ എല്ലാം റോസ് സ്മെല്ല് മാറിയ ശേഷം മാത്രം തക്കാളി ചേർത്ത് കൊടുക്കുക. ഒരു 3 മീഡിയം സൈസിലുള്ള അല്ലാന്നുണ്ടെങ്കിൽ ചെറിയ തക്കാളി ചേർത്ത് കൊടുക്കുക. ചെമ്മീൻ ബിരിയാണിയിലെല്ലാം അധികം തക്കാളിയെല്ലാം ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ കളറേ മാറിപ്പോവും കേട്ടോ. എന്നിട്ട് എല്ലാം കൂടി വഴറ്റിയെടുക്കുക.
എന്നിട്ട് ഇതും അടച്ച് വെച്ച് കുക്കാക്കിയെടുക്കുക. ഇതിലേക്ക് ഇങ്ങനെ തന്നെ ചെമ്മീൻ ഫ്രൈയിൽ ഇട്ട് കൊടുക്കുക, പക്ഷേ ഇതിൽ ടേസ്റ്റ് നല്ല വ്യത്യാസം ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഞാൻ നല്ലോണം കുക്കായിട്ട് വന്ന ശേഷം മാത്രമേ ഇതിലേക്ക് ചെമ്മീൻ ഇട്ട് കൊടുക്കൂ. അപ്പോൾ ഇതാ നമ്മുടെ ചെമ്മീൻ ബിരിയാണീൻ്റെ മസാല മൊത്തത്തിൽ കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇതണ്ടില്ലേ നല്ലോണം ഉള്ളിയും തക്കാളിയും എല്ലാം നല്ലോണം കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഉടച്ചു കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡർ മാത്രമൊന്ന് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. വേറൊരു സ്പൈസസും ആഡ് ചെയ്യുന്നില്ല. കാര്യം ചെമ്മീനിൽ നമ്മൾ കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും എല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ടായിന്. എന്നിട്ട് ഇത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് വഴറ്റിയെടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം തൈര് ചേർത്ത് കൊടുക്കുക. തൈരും കൂടി ചേർത്തിട്ടില്ലേ നല്ലോണം വഴറ്റിയെടുക്കുക. ചെമ്മീനിൽ തൈര് ചേർക്കാൻ പാടില്ല എന്ന് ചിന്തിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് ചെറുനാരങ്ങ പിഴിഞ്ഞ് കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് എല്ലാം കൂടി ഹൈ ഫ്ലെയിമിൽ നല്ലോണം വഴറ്റിയെടുക്കുക. എന്നിട്ട് ഇതിലേക്ക് ഫ്രൈ ആക്കി വെച്ച ചെമ്മീനും കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതാ ചെമ്മീനും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിലേക്ക് അരമുറി ചെറുനാരങ്ങ കൂടി പിഴിഞ്ഞ് കൊടുക്കുക. മല്ലിയില പുതിനയിലേൻ്റെ തണ്ടില്ലാണ്ട് പുതിന ഇല മാത്രം ഇട്ട് കൊടുക്കണം. എന്നിട്ട് കട്ടാക്കി ഇട്ട് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടി നല്ലോണം മിക്സ് ആക്കി എടുക്കുക. അടിപൊളി സ്മെല്ലായിരിക്കും. ആദ്യം ഞാൻ വെളിച്ചെണ്ണയും കുറച്ച് ഗീയിലാണ് പശുവിൻ നെയ്യിലാണ് ഉള്ളി വഴറ്റിയെടുത്തത്. അതുകൊണ്ട് തന്നെ ഭയങ്കര ടേസ്റ്റി ആയിരിക്കും ഈ ഒരു മസാല കഴിക്കാൻ വേണ്ടിക്ക്. ഇതിപ്പോൾ നമുക്ക് പൊറോട്ടൻ്റെ കൂടെ ചപ്പാത്തിൻ്റെ കൂടെ എല്ലാം വെറുതെ കഴിക്കാനും അടിപൊളി തന്നെ ആയിരിക്കും. അപ്പോൾ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് അടച്ചു വെച്ചിട്ട് ഒരു 2-3 മിനിറ്റ് കുക്കാക്കി എടുക്കുമ്പോഴേക്കും അതിനുള്ളിൽ ആ ഒരു നെയ്യും കാര്യങ്ങളെല്ലാം ഇറങ്ങി വരും. ഇനിയിപ്പോൾ കല്ലുമ്മക്കായ്ക്ക് അരപ്പിന് വേണ്ടിക്ക് ഇപ്പോൾ പച്ചരി കുതിർത്തതും 1 കപ്പ് ചോറ് വെക്കാൻ ഉപയോഗിക്കുന്ന അരിയില്ലേ, അത് ചൂടുവെള്ളത്തിൽ കുതിർത്ത് വെച്ചത് 2 മണിക്കൂർ. അതും മഞ്ഞൾപ്പൊടി, ചെറിയ ജീരകം, വലിയ ജീരകം, അരമുറി തേങ്ങ, 2 പച്ചമുളക്, കുറച്ച് കറിവേപ്പില, 2 ഇഞ്ച് വലുപ്പത്തിൽ ഇഞ്ചി, ഇതെല്ലാം കൂടിയിട്ടില്ലേ നല്ലോണം പേസ്റ്റായിട്ട് അരയണ്ട, ഒരു ക്രഷ് ചെയ്യുന്ന രീതിയിൽ അരച്ചെടുക്കാം. എന്നിട്ട് ഇതിലേക്ക് അരിപ്പൊടി ചേർത്ത് കൊടുക്കുക. ഇത് നമ്മുടെ കണ്ണൂർ സ്റ്റൈൽ പത്തിരിപ്പൊടിയാണ്. ഇതിൻ്റെ റെസിപ്പി വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇത് കുഴച്ചെടുക്കുക കേട്ടോ. നമുക്കിപ്പം കല്ലുമ്മക്കായി നല്ല ഹാർഡിലാൻ വേണ്ടിയെന്നുണ്ടെങ്കിൽ പുഴുങ്ങലരി ചേർക്കാണ്ട് പച്ചരി മാത്രം ചേർത്തിട്ട് അരച്ചെടുക്കുക. എല്ലാം നല്ല സോഫ്റ്റ് ആവാൻ വേണ്ടിയെന്നുണ്ടെങ്കിൽ ഈ ഒരു ഐറ്റംസ് ഒന്നും ചേർക്കാണ്ട് തേങ്ങൻ്റെ കൂടെ പൊടി മാത്രം ഇട്ടിട്ട് കുഴച്ചെടുക്കാം. അതെല്ലാം ഒരു മീഡിയം സൈസ് ഒരു മീഡിയം ഹാർഡ് കണക്കായ ഒരു ഹാർഡിലാന്ന് വേണ്ടെന്നുണ്ടെങ്കിൽ പച്ചരിയും പുഴുങ്ങലരിയും ഞാനിപ്പോൾ ചെയ്ത പോലെ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നമ്മുടെ ചെമ്മീൻ്റെ മസാല റെഡിയായി. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അടിപൊളിയാണ്. അപ്പം അത് റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്, കല്ലുമ്മക്കായ്ക്ക് വേണ്ടിക്ക് അരച്ചെടുത്തിട്ടുണ്ട്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഡീറ്റെയിൽഡ് വീഡിയോ ആണെന്നുണ്ടെങ്കിൽ ഇർഫാന ഷംഷീർ കല്ലുമ്മക്കായ റെസിപ്പിന്ന് ടൈപ്പ് ചെയ്തതിനാൽ നിങ്ങൾക്ക് കിട്ടും. ഈ ഒരു റെസിപ്പി ഞാൻ 2-3 വർഷം മുന്നേ ചെയ്തതാണ്. ഒരാൾ അത് സെയിൽ ചെയ്യുന്നുണ്ട്. അധിക സ്നാക്കും ഞാൻ വീഡിയോ ചെയ്യുമ്പം എനിക്ക് കമൻറ്റ് വരുത്തുന്നുണ്ട്, ഞാൻ സെയിൽ ചെയ്യുന്നുണ്ട്, എല്ലാവർക്കും ഇഷ്ടമായി എന്നെല്ലാം പറഞ്ഞിട്ട്. അങ്ങനെയെല്ലാം കാണുമ്പോൾ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. പിന്നെ ഇപ്പോഴും ഞാൻ പണ്ടേ ചെയ്ത ഓരോ റെസിപ്പിക്കും ഇപ്പോഴും കമൻറ്റ് വരുത്തുന്നുണ്ട്, ഹസ്ബൻഡിന് ഇഷ്ടമായി, വീട്ടിലെല്ലാവർക്കും ഇഷ്ടമായി, ഭയങ്കര ടേസ്റ്റ് ഉണ്ടെന്നെല്ലാം പറഞ്ഞിട്ട്. നിങ്ങൾ അങ്ങനത്തെ കമൻറ്റ്സ് എല്ലാം കാണുമ്പോൾ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ എന്തായാലും ലൈക്കും കമൻറ്റും ചെയ്യുക. പിന്നെ ഞാൻ സ്കിൻ കെയറിൻ്റെ കാര്യം മറന്നിട്ടില്ല, നോമ്പെല്ലാം ആയതുകൊണ്ട് ഈ ഒരു വീഡിയോ ആദ്യം പോട്ടെ എന്ന് വിചാരിച്ചിട്ട് വീഡിയോ ചെയ്തതാണ്. കാര്യം ഒരു വീഡിയോ നമുക്ക് ചെയ്യാനുണ്ടാവുമ്പില്ലേ, എഡിറ്റ് ചെയ്യാനുണ്ടാകുമ്പോൾ വേറൊരു വീഡിയോ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഈ വീഡിയോ എഡിറ്റ് ചെയ്യാണ്ട് അവിടെ തന്നെ ഉണ്ടാവും. പിന്നെ കുറേ നാൾ കഴിയുമ്പോൾ ഡിലീറ്റ് ചെയ്തിട്ട് അങ്ങനെ പോകും. പിന്നെ കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായി വീഡിയോ എടുക്കുന്ന ദിവസത്തെ ഫുൾ ഡേ റൂട്ടീൻ കാണിക്കുക, എങ്ങനെ എഡിറ്റ് ചെയ്യുക, അതിനെങ്ങനെ സമയം കണ്ടെത്തുക, കാര്യങ്ങളെല്ലാം ഇൻഷാ അല്ലാഹ് ഞാൻ സമയം പോലെ അങ്ങനത്തെ എല്ലാം വീഡിയോ ചെയ്യട്ടെ. ഞാൻ ഇതുവരെ ചെയ്യാമെന്ന് പറഞ്ഞ വീഡിയോസിൻ്റെ കാര്യമൊന്നും ഞാൻ മറന്നിട്ടില്ല, ഇൻഷാ അല്ലാഹ് ചെയ്യും. അങ്ങനെ പിന്നെ ഇതാ അതിനിടയിൽ ഉമ്മാൻ്റെ ക്ലീനിങ്ങും കാര്യങ്ങളെല്ലാം ചെയ്യലാണ്. എനിക്കില്ലേ പൊതുവേ കുക്ക് ചെയ്യാനാണ് കൂടുതലിഷ്ടം. ഉമ്മാക്കാണെന്നുണ്ടെങ്കിൽ കുക്കിങ്ങിനെക്കാട്ടി ഇഷ്ടം ക്ലീനിങ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ രണ്ടാളും ഒരുമിച്ചുണ്ടാകുമ്പം ക്ലീനിങ്ങും അങ്ങനെ കടന്നു പോകും, മാഷാ അല്ലാഹ് കുക്കിങ്ങും കഴിയും. അങ്ങനെ അതുകൊണ്ടാണ് ഉമ്മ കുക്കിങ്ങിൻ്റെ ഏരിയയിൽ ഉണ്ടാകേണ്ടത്. കല്ലുമ്മക്കായി ക്ലീനിങ്ങും ചെമ്മീനെല്ലാം ഉമ്മ തന്നെയാണ് കേട്ടോ ക്ലീനാക്കി തന്നെ. പിന്നെ ഇതാ ഞാനില്ലേ നെയ്ച്ചോറുണ്ടാക്കലാണ്. അതിനിടയിൽ ഉമ്മ കൗണ്ടർ ടോപ്പും കാര്യങ്ങളും എല്ലാം തുടച്ച് ക്ലീനാക്കി വെച്ചിട്ടുണ്ട്. കാര്യം ബാങ്ക് കൊടുക്കുന്ന സമയമാകുമ്പോഴേക്ക് എല്ലാം ക്ലീനായിട്ടില്ലെങ്കിൽ ഭയങ്കര പണിയായിരിക്കൂലേ. നെയ്ച്ചോറുണ്ടാക്കുന്നതിൽ എല്ലാവർക്കും അറിയുന്ന തന്നെയല്ലേ, കുറച്ച് ഗീ ഒഴിച്ച് കൊടുക്കുക, കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക, എന്നിട്ട് ഉള്ളി പൊരിപ്പിച്ചെടുക്കുക. എന്നിട്ട് അതിലേക്ക് 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം എന്ന അളവിൽ ഒഴിച്ച് കൊടുക്കുക. വെള്ളം നല്ലോണം തിളച്ച് കഴിഞ്ഞാൽ ഏലക്ക, പട്ട, കറാമ്പൂ, ബേ ലീഫ് എല്ലാം ഇട്ട് കൊടുക്കുക.
എന്നിട്ട് തിളച്ച് വന്നതിനാൽ റൈസ് ഇട്ട് കൊടുക്കുക. നല്ലോണം തിളച്ച് വെള്ളമെല്ലാം വറ്റി ബബിൾസ് വരുന്ന ടൈമിൽ എല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കിയിട്ട് ഉപ്പും എല്ലാം ചേർത്ത് കൊടുത്ത് ചെറുനാരങ്ങയും പീന കൊടുത്തിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്കാക്കി എടുക്കുക. ഒരു 5-10 മിനിറ്റ് കൊണ്ട് തന്നെ നെയ്ച്ചോറ് റെഡിയാവും. ഞാൻ ഒരുപാട് പ്രാവശ്യം ബിരിയാണി റെസിപ്പി കാണിച്ചിട്ടുണ്ട്, അപ്പോൾ അതുകൊണ്ടാണ് ഡീറ്റെയിൽഡ് ആയിട്ട് കാണിക്കാത്തത്. പിന്നെന്താ പറയുക, ഞാൻ പെർഫെക്റ്റ് ആയിട്ടുള്ള ചെമ്മീൻ ബിരിയാണി റെസിപ്പി എല്ലാം കാണിച്ചിട്ടുണ്ട്. ഇതിപ്പം ചെറിയ ചെമ്മീനാണ് കിട്ടിയിട്ടുള്ളത്, അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര അടിപൊളിയായിട്ടൊന്നും ബിരിയാണി എന്താ പറയുക കാണിക്കാൻ പറ്റില്ല. പക്ഷേ ഞാൻ ഉണ്ടാക്കുന്ന ബിരിയാണി എങ്ങനെയാണെന്ന് ജസ്റ്റ് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്. അപ്പോഴേക്കും നമ്മുടെ കല്ലുമ്മക്കായ് ഞാൻ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. കല്ലുമ്മക്കായൻ്റെ അരി കല്ലുമ്മക്കായിലേക്ക് നിറച്ചിട്ട് വെച്ചിട്ടില്ലേ, അതൊരു 20 മിനിറ്റ് സ്റ്റീം ചെയ്തെടുക്കുക. ഇതാണെന്നുണ്ടെങ്കിൽ വലിയ കല്ലുമ്മക്കായാണ് കേട്ടോ. സാധാരണ നമ്മൾ എപ്പോഴും നിറക്കാൻ വാങ്ങുമ്പോൾ ഇല്ലേ, കല്ലുമ്മക്കായ് വാങ്ങുമ്പം ഒരു മീഡിയം സൈസിലുള്ള കല്ലുമ്മക്കായാണ് നിറക്കാൻ വാങ്ങണ്ടേ. ബിരിയാണിക്കെല്ലാം ആകുമ്പം വലുതായാലും കുഴപ്പമില്ല. പിന്നെന്താ, ഇതേതായാലും ഇന്നെല്ലാവർക്കും കല്ലുമ്മക്കായ് തിന്നാൻ ആഗ്രഹം ഉണ്ടായതുകൊണ്ട് പിന്നെ വലുതായാലും പ്രശ്നമില്ല എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കല്ലുമ്മക്കായ് വാങ്ങിയതാണ്. അപ്പം നിങ്ങൾ ചെയ്യുമ്പം എപ്പോഴും ഒരു മീഡിയം സൈസിലുള്ള കല്ലുമ്മക്കായ് വേണം നിറക്കാൻ വേണ്ടിക്ക് വാങ്ങാൻ വേണ്ടിക്ക്, എന്നാലും കുറച്ചുകൂടി ടേസ്റ്റ് കൂടും കേട്ടോ. അതുപോലെ തന്നെ എന്താ പറയുക, പുറമേ കച്ചറിയുള്ള കല്ലുമ്മക്കായാണ് എപ്പോഴും നല്ലത്. വളർത്തുന്ന കല്ലുമ്മക്കായിൽ അധികം കായ ഉണ്ടാവില്ല. അപ്പോൾ ഇത് നമ്മുടെ കല്ലുമ്മക്കായിൽ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതൊന്ന് തണിയാൻ വെയിറ്റ് ചെയ്യണം. തണിഞ്ഞ് കഴിഞ്ഞാൽ ഇതിങ്ങനെ തന്നെ കഴിക്കും കേട്ടോ കുട്ടികളെല്ലാം. എരിവ് ഇഷ്ടമില്ലാത്ത കുട്ടികൾക്ക് ഇങ്ങനെ തന്നെ കൊടുത്താൽ പ്രശ്നമില്ല. പക്ഷേ എരിവിൽ ഇഷ്ടമുള്ള കുട്ടികളെല്ലാം ആണെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് നമ്മൾ മുളക് പൊടി, ഉപ്പ്, വെളുത്തുള്ളിയില്ലേ തോലോടുകൂടിയ വെളുത്തുള്ളി ഒന്ന് ചതച്ചിട്ടത്, കറിവേപ്പില, അങ്ങനത്തെ ഐറ്റംസ് എല്ലാം ഇട്ടിട്ട് മിക്സ് ആക്കിയിട്ടാണ് ഇത് ഫ്രൈ ആക്കിയെടുക്കുക. അപ്പോഴേക്കും നമ്മുടെ നെയ്ച്ചോറ് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും കേട്ടോ, ഇടയിൽ മിക്സ് ആക്കി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞാനിപ്പോൾ ഇതൊന്ന് ദം ചെയ്തെടുക്കലാണ്. ഞാനിപ്പം 5 ഗ്ലാസ് അരിക്കുള്ള നെയ്ച്ചോറാണ് കേട്ടോ ഉണ്ടാക്കിയെടുത്തത്. നമ്മൾ കുറേ നാളായി ചെമ്മീൻ്റെ ഐറ്റംസ് ഒന്നും വാങ്ങാതെ ഉണ്ടാക്കാത്തെല്ലാം. അധികം ഇപ്പോൾ ചിക്കന്, ബീഫ് അങ്ങനെ എന്തെങ്കിലും ഇരിക്കും. മീനെല്ലാം വാങ്ങൽ കുറവാണ്. ഇന്നെന്തായാലും ചെമ്മീൻ കഴിക്കാൻ എല്ലാവർക്കും ആഗ്രഹം, ചെമ്മീൻ ബിരിയാണി കഴിക്കാൻ ആഗ്രഹമായതുകൊണ്ട് പിന്നെ ചെമ്മീൻ ബിരിയാണിയാണ് ഉണ്ടാക്കിയത്. അപ്പോൾ ഇതാ പകുതി ചോറ് മാറ്റിയിട്ട് അതിലേക്ക് മസാല കുറച്ച് ഗീ ഒഴിച്ച് കൊടുക്കുക, എന്നിട്ട് മസാല ഇട്ട് കൊടുക്കുക. ഇപ്പോൾ ദം ചെയ്യുന്നതല്ലേ എല്ലാവർക്കും അറിയുന്നത് തന്നെയല്ലേ. പിന്നെന്താ, ഈ വീട്ടിൻ്റെ ഹോം ടൂറും കിച്ചൺ ടൂറെല്ലാം ചെയ്യാൻ എന്നോട് ഏതോ ഒരു വീഡിയോയിൽ ഞാൻ ഈ വീട്ടിലെ വിശേഷങ്ങൾ കാണിച്ചു തരാൻ പറഞ്ഞിട്ടുണ്ടായിന്. ഇൻഷാ അല്ലാ ചെയ്യാം കേട്ടോ. പറയുന്ന ഓരോരോ ടൈപ്പ് ഓഫ് വീഡിയോസ് എല്ലാം ചെയ്യണമെന്ന് ആഗ്രഹമെല്ലാം, പക്ഷേ ഓരോരോ തിരക്കിലും കാര്യങ്ങളെല്ലാം ആകുമ്പം പിന്നെ വിട്ടുപോകുന്നതാണ്. ആദ്യം എന്തായാലും നമ്മുടെ തഹജ്ജുദ് നമസ്കാരത്തിൻ്റെ ഡീറ്റെയിൽസും അതുപോലെ തന്നെ സ്കിൻ കെയർ വീഡിയോയും ചെയ്യുക, എന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുക കേട്ടോ. ഇൻഷാ അല്ലാ സ്കിൻ കെയറിൻ്റെ ഐറ്റംസും കാര്യങ്ങളെല്ലാം ഞാൻ വാങ്ങിയിട്ടുണ്ട്, എന്നിട്ട് വീഡിയോ ചെയ്യാം. പിന്നെന്താ, ഞാനിതാ ദം ചെയ്തെടുത്തിട്ടുണ്ട്. എന്താ പറയുക, ദം ചെയ്തെടുക്കലാണ്. കുറച്ച് ഫ്രൈ ആക്കി വെച്ച ഉള്ളിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ 4 ഉള്ളിയല്ലേ വഴറ്റിയത്, ബാക്കി 2 ഉള്ളി ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. അതിന് കാഷ്യൂനട്ട് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചേർത്ത് കൊടുത്തിട്ടില്ല. പിന്നെ കുറച്ച് വൈകുന്നേരം ഒന്ന് കേട്ടോ, ഒരു വൈകുന്നേരം ആയിരം ഒന്ന് കാഷ്യൂനട്ടെല്ലാം കൊണ്ടുവന്നേ. എന്നിട്ട് ഞാൻ പായസത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പക്ഷേ ബിരിയാണി ഉണ്ടാക്കുന്ന ടൈം കാഷ്യൂനട്ട് ഇല്ലാത്തതുകൊണ്ട് ഉണ്ടെങ്കിൽ ഉള്ളിയും ഫ്രൈ ആക്കുക, കാഷ്യൂനട്ട് കിസ്മിസ് എല്ലാം ഫ്രൈ ആക്കി എടുക്കാം. എന്നിട്ട് ഇതാ മല്ലിയില പുതിനയില ഇട്ട് കൊടുക്കുക, കുറച്ച് ഗരം മസാല പൊടിയും കൂടി ഇതിന് മുകളിലായിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അടച്ച് വെച്ചിട്ട് ഒരു 10-15 മിനിറ്റ് ലോ ഫ്ലെയിമിൽ കുക്കാക്കി എടുക്കുക, ദം ചെയ്തെടുക്കുക. പിന്നെ കായ് നിറച്ചതാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. കായ് നിറവെല്ലാം എല്ലാവർക്കും അറിയുന്ന തന്നെയല്ലേ. പഴം ഇതുപോലെ എടുക്കുക, എന്നിട്ടില്ലേ 3 ആയിട്ട് നമ്മൾ കട്ടാക്കി എടുക്കലാണ്. ചിലർ മുഴുവനായിട്ട് തന്നെ എടുത്തിട്ട് മൈദയിലെല്ലാം മുക്കിയിട്ടാണ് ചെയ്യൽ. അങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ, മൈദൻ്റെ ഒന്നും ആവശ്യമൊന്നുമില്ല. നമ്മൾ ചെയ്യലെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക, ഇതുപോലെ പഴം തൊലി കളഞ്ഞിട്ട് 3 ആയിട്ട് കട്ടാക്കി എടുക്കും. എന്നിട്ട് അതിൻ്റെ ഉള്ളിലായിട്ട് ഒരു കത്തി വെച്ചിട്ടൊരു വരട്ട് കൊടുക്കും, കത്തി വെച്ചിട്ട് ഹോളാക്കി കൊടുക്കും. എന്നിട്ട് അതിൻ്റെ ഉള്ളിലാണ് നമ്മൾ ഫില്ലിങ് ഇട്ട് കൊടുക്കുക. ആദ്യം പഴം നമ്മൾ പൊരിച്ചെടുക്കും, ഫില്ലിങ് ഇട്ടിട്ടല്ല കേട്ടോ നമ്മൾ പഴം പൊരിച്ചെടുക്കുക. ഇങ്ങനെ ആകുമ്പോൾ ഭയങ്കര ഈസിയാണ്, മൈദ കുഴക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതാ പഴത്തിൻ്റെ തൊലിയും കാര്യങ്ങളെല്ലാം കളഞ്ഞ് 3 ആയിട്ട് കട്ടാക്കി എടുക്കലാണ്. പിന്നെ നിങ്ങളെൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ, കുറേ ആൾക്കാർ ആദ്യമായിട്ട് കാണുന്നതാണ്, വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നെല്ലാം പറഞ്ഞ് സബ്സ്ക്രൈബ് ചെയ്തു എന്നെല്ലാം പറയലുണ്ട്. അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരുപാട് വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്. ഇർഫാന ഷംഷീർ സ്നാക്സ് റെസിപ്പി, പാർട്ടി വ്ളോഗ് എന്നെല്ലാം ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. പിന്നെ നിങ്ങൾ പണ്ട് മുതലേ എൻ്റെ വീഡിയോ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ലൈക്കും കമൻറ്റും ചെയ്യുക. കാര്യം നിങ്ങളെ ലൈക്കും കമൻസ് എല്ലാം കാണുമ്പോഴാണ് നമുക്ക് കൂടുതൽ വീഡിയോസ് ചെയ്യാൻ തോന്നാം.
ഒരു സ്മൈലെങ്കിലും കമൻ്റ് ആയിട്ട് ഇടാം. വീഡിയോ കണ്ടു കഴിഞ്ഞാൽ കമൻ്റ് ഇടാൻ മറന്നു പോകുന്നതാണെന്നെല്ലാം പറയലുണ്ട്. അപ്പോൾ വീഡിയോ കാണുമ്പം തന്നെ കമൻ്റ് ഇടാം. പിന്നെ ഇന്നലത്തെ വീഡിയോ ഇംഗ്ലീഷിലാണെന്ന് വന്നതെന്ന് പറഞ്ഞിട്ടുണ്ടായിന്. അത് യൂട്യൂബിൻ്റെ ഭാഗത്ത് നിന്ന് തന്നെയുള്ള എന്തോ സെറ്റിങ്സിൻ്റെ എന്താ പറയുക, സെറ്റിങ്സിൽ വന്ന എന്തോ മിസ്റ്റേക്കാണ്. ഇൻഷാ അല്ലാഹ് ഈ വീഡിയോ ഞാൻ എഡിറ്റ് ചെയ്തിട്ട് അതൊന്ന് ക്ലിയർ ആക്കുന്നുണ്ട്. കുറേ ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിന് ഇംഗ്ലീഷിലാണ് കേൾക്കുന്നത്, ഇർഫാനൻ്റെ വോയിസാണ് നല്ലത് എന്നെല്ലാം പറഞ്ഞിട്ടുണ്ടായിന്. അപ്പം ഞാൻ അത് അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല, സെറ്റിങ്സിൽ വന്ന ഒരു മാറ്റമാണ് കേട്ടോ. ഇൻഷാ അല്ലാഹ് ഈ വീഡിയോ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് ആ ഒരു സെറ്റിങ്സും കാര്യങ്ങളെല്ലാം ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിക്ക്. പിന്നെന്താ, പഴയലും കട്ടാക്കി എടുത്തിട്ടുണ്ട്. ഒരു പാനിൽ ചീനച്ചട്ടിയിൽ ചെയ്യലാണ് കേട്ടോ നല്ലത്. പാനിലാവുമ്പോൾ ഇങ്ങനെ കുറേ ഓയിൽ ഒഴിച്ച് കൊടുക്കേണ്ടി വരും. കുറച്ചധികം ഓയിൽ ഇത് ഫ്രൈ ആക്കിയിട്ട് കോരിയെടുക്കലാണ് ഏറ്റവും എളുപ്പം. ഞാനിപ്പം കുറേ ഓയിൽ ഒഴിച്ച് കൊടുക്കണമെന്ന് വിചാരിച്ചിട്ട് ഇതുപോലെ പാനിൽ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ഇതുപോലെ ചെയ്തെടുക്കലാണ്. പക്ഷെ ഇതുപോലെ ചെയ്തെടുക്കുമ്പം പൊട്ടിത്തെറിക്കാനേ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ചീനച്ചട്ടി ഉണ്ടാവില്ലേ, അതിലെല്ലാം കുറച്ചധികം ഓയിൽ ഒഴിച്ചിട്ട് ഫ്രൈ ആക്കി എടുക്കുക. ഗീയിൽ ഫ്രൈ ആക്കി എടുക്കുമ്പം ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. ഓയിലും ഗീയും വെളിച്ചെണ്ണയും ഗീയും ചേർത്തിട്ട് ഫ്രൈ ആക്കുമ്പം കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇതുപോലെ ഫ്രൈ ആക്കി എടുക്കുക. എന്നിട്ടിൽ മുട്ടൻ്റെ പണ്ട ഉണ്ടാക്കിയെടുക്കുക. മുട്ടപ്പണ്ടെന്ന് പറയുമ്പം നമ്മൾ കായടയിലെല്ലാം മുന്നക്കായലെല്ലാം മുട്ടപ്പണ്ടം കേട്ടോ ഉണ്ടാക്കിയെടുക്കുക. കുറച്ച് ഗീയും കാഷ്യൂനട്ടും കിസ്മിസും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ടില്ലേ മുട്ട, ഇതിപ്പം 4 പഴത്തിന് 2 മുട്ട മതി. 2 മുട്ട കുറച്ചധികം പഞ്ചസാരയും ഏലക്കപ്പൊടിയും ഇട്ടിട്ട് മിക്സ് ആക്കിയിട്ട് ഇതുപോലെ ചെയ്തെടുക്കാം. ഇതെല്ലാം എളുപ്പത്തിൽ വിരുന്നാരെല്ലാം വന്നു കഴിഞ്ഞാൽ ഒരു 5 മിനിറ്റ് പോലും വേണ്ട, അത്ര ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഐറ്റം ആണ് കേട്ടോ. ഈ ഒരു കായ്നിറവെല്ലാം നമ്മൾ കണ്ണൂരുകാർ ഭയങ്കര ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന ഐറ്റംസാണ്. അപ്പോഴേക്കും നമ്മുടെ കല്ലുമ്മക്കായെല്ലാം തണിഞ്ഞു വന്നിട്ടുണ്ട്. തണിഞ്ഞു വന്നു കഴിഞ്ഞാലേ അതിൻ്റെ കായ കളയാണ്ട് തന്നെ നല്ല വൃത്തിക്ക് ആ ഒരു ഷെല്ല് കളഞ്ഞെടുക്കാം. ഇത് ഷെല്ലോടുകൂടി തന്നെ ഫ്രൈ ആക്കി എടുക്കുന്നവരുണ്ട്. നമ്മൾ പക്ഷേ ഇത് കളഞ്ഞിട്ടാണ് കേട്ടോ ഫ്രൈ ആക്കി എടുക്കാം. അപ്പോൾ എല്ലാം കളഞ്ഞെടുക്കലാണ്. അപ്പോൾ ഏകദേശം ഇന്നാന്നുണ്ടെങ്കിൽ ബാങ്ക് കൊടുക്കാൻ ഇപ്പം നല്ല ടൈം ആവുന്നില്ലേ, അതുകൊണ്ട് തന്നെ എല്ലാ ഐറ്റംസും ആയി. വീടെല്ലാം കിച്ചണെല്ലാം ക്ലീനായി കഴിഞ്ഞിട്ടാണ് കേട്ടോ വീഡിയോ എടുക്കുന്നതുകൊണ്ട് തന്നെ. സാധാരണ ഇങ്ങനത്തെ ഡെയിൻമേൽ ലൈഫെല്ലാം എടുക്കുമ്പോൾ ഭയങ്കര ടൈമായിട്ട് എനിക്ക് തോന്നലുണ്ട്. ഇതിപ്പോൾ ഉമ്മ ഉണ്ടായതുകൊണ്ടോന്ന് എനിക്കറിയില്ല. മാഷാ അല്ലാഹ് എനിക്ക് ഭയങ്കര ഈസി ആയിട്ടാണ് തോന്നിയിട്ടുണ്ടായിരുന്നു. കാരണം എൻ്റെ വീട്ടിലാകുമ്പം ഞാൻ തന്നെ കുക്ക് ചെയ്യണം, ഞാൻ തന്നെ ക്ലീൻ ചെയ്യണം. അങ്ങനെ ആകുമ്പം വീഡിയോ എടുക്കാനൊരു മടിയായിരിക്കും. ഇതിപ്പോൾ ഉമ്മ ഉണ്ടായതുകൊണ്ട് തന്നെ എന്താ പറയുക, ഉമ്മ ക്ലീൻ ചെയ്യുന്നുണ്ട്, ഞാൻ കുക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ 2 ആൾക്കാരുണ്ടാകുമ്പോൾ ഭയങ്കര ഈസി ആയിരിക്കും എല്ലാ കാര്യങ്ങളും ചെയ്യാൻ വേണ്ടിക്ക്. ഇനിയിപ്പോൾ ഞാനില്ലേ പായസത്തിലേക്കുള്ള ക്യാരറ്റ് പായസത്തിലേക്കുള്ള ഗീ കുറച്ച് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കാഷ്യൂനട്ടും കിസ്മിസും കൂടി ഇട്ടിട്ടൊന്ന് കാച്ചിട്ട് ഒഴിച്ച് കൊടുക്കലാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ക്യാരറ്റ് പായസം, ക്യാരറ്റ് കൊണ്ട് എന്ത് നമ്മൾ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിലും, ക്യാരറ്റ് ബോൾസ് ആവട്ടെ, എന്ത് ഐറ്റംസ് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിലും, ക്യാരറ്റ് പുഡിങ് എല്ലാം ക്യാരറ്റിൻ്റെ ആ ഒരു റോസ് സ്മെല്ല് മാറിയ ശേഷം മാത്രം, ക്യാരറ്റ് നല്ലോണം കുക്കായ ശേഷം മാത്രമേ അത് ഉണ്ടാക്കാൻ പാടുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ ക്യാരറ്റിൻ്റെ ആ ഒരു കയ്പ്പ് ടേസ്റ്റ് എന്തായാലും ഉണ്ടാവും കേട്ടോ. പിന്നെ ക്യാരറ്റ് ഇഷ്ടമില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പായസം സെയിം നമുക്ക് മാംഗോ വെച്ചിട്ട് ചെയ്തെടുക്കാം. നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തെടുക്കാം, എല്ലാം അടിപൊളി തന്നെ ആയിരിക്കും. പിന്നെ പൈനാപ്പിൾ വെച്ചിട്ട് ചെയ്തെടുക്കാം. പൈനാപ്പിൾ പക്ഷേ നമ്മൾ ഷുഗർ സിറപ്പിൽ ഇട്ടിട്ട് ആ ഒരു പൈനാപ്പിളിൻ്റെ ടേസ്റ്റ് എന്താ പറയുക, ആ ഒരു പച്ചച്ചോവയും കാര്യങ്ങളെല്ലാം മാറ്റിയിട്ട് വേണം ചെയ്തെടുക്കാൻ വേണ്ടിക്ക്. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ വേണ്ടിക്ക്. പക്ഷേ ക്യാരറ്റിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്ക് ഇത് ഇഷ്ടമാവുമെന്ന് എനിക്ക് ഉറപ്പില്ല കേട്ടോ. കാര്യം ക്യാരറ്റിൻ്റെ ടേസ്റ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നുള്ള എന്താ പറയുക, ക്യാരറ്റിൻ്റെ ടേസ്റ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ലല്ലോ അങ്ങനെ. അപ്പോൾ പായസം റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പം കല്ലുമ്മക്കായ് ഫ്രൈ ആക്കി എടുക്കലാണ്. ഒരു ബൗളിലേക്ക് കുറച്ച് മുളക് പൊടി, ഉപ്പ്, വെളുത്തുള്ളി തോലോട് കൂടിയത്, പിന്നെ കറിവേപ്പില, വെളുത്തുള്ളി ചതച്ചെടുക്കണം കേട്ടോ. കുറച്ച് വെള്ളവും കൂടി ചേർത്തിട്ട് മിക്സ് ആക്കി എടുത്തിട്ട് നമ്മൾ മീനെല്ലാം ഫ്രൈ ആക്കി എടുക്കൂലേ, അതുപോലെ ഫ്രൈ ആക്കി എടുക്കുക. അധികം വെളിച്ചെണ്ണേൻ്റെ ആവശ്യമില്ല. പിന്നെ കട്ടിക്ക് മുളകും മിക്സ് ആക്കേണ്ട ആവശ്യമില്ല, നേരിയ രീതിയിൽ മുളക് മതി. എൻ്റെ ആദ്യത്തേത് കുറച്ച് കട്ടിയില്ല മുളകാണ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. കുറച്ചും കൂടി വെള്ളം കൂടി ചേർത്തിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് ഫ്രൈ ആക്കി എടുക്കുക കേട്ടോ. നല്ല ടേസ്റ്റ് അല്ലേ കല്ലുമ്മക്കായ് കഴിക്കാൻ വേണ്ടിയിട്ട്, നല്ല ചൂട് ചായൻ്റെ കൂടെ എല്ലാം. ഇതാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഉള്ളിലെ മസാലയാണെന്നുണ്ടെങ്കിൽ നമ്മൾ റെഡിയാക്കിയത് പച്ചമുളക്, കറിവേപ്പില, ഇഞ്ചി, ചെറിയ ജീരകം, വലിയ ജീരകം, ഫെനൽ സീഡ്, ക്യുമിൻ സീഡ്, പിന്നെന്താ മഞ്ഞൾപ്പൊടി എല്ലാം ചേർത്തിട്ട് അരച്ചിട്ടാണ് ചെയ്തെടുത്തത്. അതും പേസ്റ്റായിട്ട് അരക്കാൻ പാടില്ല. പേസ്റ്റായിട്ട് അരച്ച് കഴിഞ്ഞാൽ ഹാർഡായി പോകും കേട്ടോ. ഒരു തരിതരിപ്പോട് കൂടി അരച്ചെടുക്കുക. എന്നിട്ട് അരിപ്പൊടി ഇട്ടിട്ട് കുഴച്ചിട്ട് ഉണ്ടാക്കിയോണ്ട് തന്നെ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും അതിൻ്റെ ഉള്ളിൽ കഴിക്കാൻ വേണ്ടിയിട്ട്. ചില തട്ടുകടയിലെല്ലാം നമ്മൾ പോയിട്ട് കഴിക്കുമ്പം ഉൾഭാഗം ഒരു പഞ്ഞി പോലായിട്ട് ഇങ്ങനെ ഒട്ടിപ്പിടിക്കുന്ന പോലായിട്ട് ടേസ്റ്റേ ഉണ്ടാവലില്ല.
പക്ഷേ ഇതുപോലെ ഒരിക്കലെങ്കിലും ഉണ്ടാക്കി നോക്കണം. ചില ആൾക്കാർ ഭയങ്കര ടേസ്റ്റാണ് കല്ലുമ്മക്കായ എന്നെല്ലാം പറയലുണ്ട്. പക്ഷേ അവിടെ പോയിട്ട് നമ്മൾ കഴിക്കുമ്പോൾ വിചാരിക്കും പഠിച്ചോനെ ഇതാണോ ടേസ്റ്റ് എന്ന് പറഞ്ഞതെന്ന്. പക്ഷേ ഇല്ല, ശരിക്കും കല്ലുമ്മക്കായ കഴിച്ചവർക്ക് അറിയാൻ പറ്റും ഉള്ളിൽ നല്ല തരിതരിപ്പോടുകൂടി ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് കേട്ടോ കല്ലുമ്മക്കായ ഫ്രൈ. ഒരിക്കലെങ്കിലും നിങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കി നോക്കാം. അതിനിടയിലേ ഞാൻ ചെമ്മീൻ ബിരിയാണി ഒന്ന് സെർവ് ചെയ്തിട്ട് കാണിക്കാം. കാര്യം നോമ്പെല്ലാം തുറന്നു കഴിഞ്ഞാൽ എല്ലാവരും സ്പീഡിൽ നമ്മൾ വീട്ടിലേക്ക് വേഗം പോകും. നേരം എനിക്കിത് കാണിക്കാൻ കഴിയൂല. അതുകൊണ്ട് തന്നെ ഞാൻ ജസ്റ്റ് ഇത് ഓപ്പൺ ആക്കിയിട്ട് നിങ്ങൾക്ക് ജസ്റ്റ് ചെമ്മീൻ ബിരിയാണി കാണിച്ചു തരാം. നല്ല ടേസ്റ്റും അതുപോലെ അടിപൊളി സ്മെല്ലുമാണ് കേട്ടോ. നമ്മൾ കുറച്ച് ഗീയും വെളിച്ചെണ്ണയിൽ ഒഴിച്ചിട്ടാണ് ഉള്ളിയെല്ലാം വഴറ്റിയെടുത്തത്. അതിൻ്റെ ഒരു സ്പെഷ്യൽ ടേസ്റ്റ് തന്നെ ഉണ്ട്. നിങ്ങൾ ഒരിക്കലെങ്കിലും ചെമ്മീൻ ബിരിയാണി ഇതുപോലെ ഉണ്ടാക്കി നോക്കാം. പിന്നെ ചെമ്മീൻ ബിരിയാണി ഉണ്ടാക്കുന്ന ഒരു ടൈപ്പ് ചെമ്മീനല്ല കേട്ടോ ഇത്. പിന്നെ വിനെഗറിലെല്ലാം കഴുകിയോണ്ട് തന്നെ ചെമ്മീനെല്ലാം ഒന്ന് പൊട്ടി വന്ന പോലത്തെ ഒരു ഫീലാണ്. സാധാരണ ചെമ്മീൻ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ചെമ്മീൻ കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയുണ്ടാവും. എന്നാലും ജസ്റ്റ് നിങ്ങൾ എന്തായാലും നല്ല അടിപൊളി ചെമ്മീൻ വാങ്ങിയിട്ട് ഉണ്ടാക്കി നോക്ക്. ഇനിയിപ്പോൾ ഇതെല്ലാം കൂടി സെർവ് ചെയ്ത് നമ്മളെല്ലാവരും കൂടി നോമ്പ് തുറക്കാനിരിക്കലാണ്. എല്ലാവർക്കും നോമ്പില്ല, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ. ഇത് എന്താ പറയുക, എടുത്തിട്ടുണ്ട്, അല്ലാത്തവരും എടുത്തിട്ടില്ല. അങ്ങനെ എല്ലാവരും കൂടി ഒരുമിച്ചിട്ട് അങ്ങനെ നോമ്പ് തുറക്കലാണ്. എല്ലാം ടേബിളിൽ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ആപ്പിൾ ജ്യൂസാണ് അടിച്ചിട്ടുണ്ട്. അതൊന്നും ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും കാണിച്ചിട്ടില്ല, അത് ഉപ്പ് അടിച്ചതാണ്. അങ്ങനെ പിന്നെന്താ, ഇന്നത്തെ വീഡിയോ ഇത്രക്കെല്ലാം തന്നെയാണ് കേട്ടോ. ഇതെല്ലാം റെഡിയാക്കി പിന്നെ ഇക്ക വരാൻ വേണ്ടിയിട്ട് അങ്ങനെ വെയിറ്റ് ചെയ്തു. ഇപ്പം ബാങ്ക് കുറച്ച് താമസിച്ചിട്ടല്ലേ കൊടുക്കുക. അങ്ങനെയൊക്കെല്ലാം വന്ന് ബാങ്കെല്ലാം കൊടുത്ത് പിന്നെന്താ ഇതെല്ലാം കഴിഞ്ഞ് പിന്നെ നമ്മൾ ഇക്കാൻ്റെ വീട്ടിലേക്കൊന്ന് പോയിട്ടുണ്ടായിന്. ഇക്കാൻ്റെ വീട്ടിലേക്ക് പോയി അങ്ങനെ തിരിച്ചു വരുന്ന വഴിയാണ് കേട്ടോ. ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ എടുത്തതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരേക്കും ഇൻഷാ അല്ലാഹ് അസ്സലാമു അലൈക്കും, ബൈ.